ടൂറിസം ടെക്കിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയത് ബഫോങ്ങിന്റെ ഈ BF ട്രിപ്ലൈറ്റ് എസ് എന്നുള്ള മോഡലാണ്. ഇതിന്റെ റേഞ്ച്, ഇതിന്റെ ലൈസൻസ് വേണോ, ഇതിന്റെ സാധാരണയുള്ള ഓപ്പറേഷൻ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കുറെ ആൾക്കാർ തന്നെ കുറച്ച് വ്യൂസ് അതിന് വന്നിട്ടുള്ളൂ എങ്കിലും കുറച്ച് പേരെന്നെ വിളിച്ച് ചോദിച്ച ഒരു ഫംഗ്ഷനാണ് VOX എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, VOXന്റെ ഗുണം എന്താണ്, VOX എന്താണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ചോദിച്ചായിരുന്നു. സ്പെഷ്യൽ ഫംഗ്ഷനായിട്ട് കുറെ ഫംഗ്ഷനുകൾ ഈ സെറ്റിലുണ്ട്. നോർമലി നമുക്ക് ഡയറക്റ്റ് സ്വിച്ച് ഒന്നും ഇല്ലാണ്ട് 2-3 സ്വിച്ചൊക്കെ നെക്കി പിടിച്ച് ഓണാക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷെ കൂടുതൽ ഫംഗ്ഷൻസും സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ വെച്ച് സോഫ്റ്റ്വെയർ ചെയ്ത് ശരിയാക്കേണ്ട ഫംഗ്ഷനുകളാണ്. അങ്ങനെ ഒരു കമ്പ്യൂട്ടറിന്റെ സഹായമോ ഒരു പ്രോഗ്രാമിംഗ് കേബിൾ ഇല്ലാതെയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന, ഈ സെറ്റിൽ തന്നെ ഓൺ ഓഫ് ആക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ് VOX. ആ ഫംഗ്ഷൻ എന്താണ്, എങ്ങനെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. VOX എന്നാൽ വോയിസ് ഓപ്പറേറ്റഡ് എക്സ്ചേഞ്ച് എന്നാണ്, അല്ലെങ്കിൽ വോയിസ് ആക്ടിവേറ്റഡ് ട്രാൻസ്മിഷൻ എന്നും പറയും. ഈ സെറ്റിൽ എങ്ങനെയാണ് VOX ഫംഗ്ഷൻ ഓൺ ആക്കുന്നതെന്നാണ് ഞാൻ കാണിക്കാൻ പോണത്. ആദ്യം ചെയ്യേണ്ടത് 1-നും 5-നും ഇടയ്ക്കുള്ള ഏതെങ്കിലും ചാനൽ സെലക്ട് ചെയ്യുക. അതായത് 1, 2, 3, 4, 5 ഇതിലേതെങ്കിലും ഒരു ചാനൽ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത് 1ാമത്തെ ചാനലാണ്. അതിനുശേഷം സെറ്റ് ഓഫ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഈ PTT ബട്ടൺ ഉണ്ടല്ലോ, നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന PTT ബട്ടണും അതിൻ്റെ അടിയിലുള്ള മോണി എന്ന് പറഞ്ഞ ബട്ടണും, അതായത് ആ ബട്ടൺ വെറുതെ നോക്കിയാൽ ഒരു നോയിസ് ഉണ്ടാക്കും. ആ ബട്ടൺ നെക്കിപ്പിടിക്കുക, PTT ബട്ടൺ നെക്കിപ്പിടിക്കുക. അതിനുശേഷം സെറ്റ് ഓൺ ആക്കുക. പവർ ഓൺ എന്നും പറഞ്ഞ് പറയൂത്, പക്ഷെ ഏത് ചാനലിലാണെന്ന് പറഞ്ഞില്ല. അത് നമ്മൾ ഈ 2 വിരലും റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏത് ചാനലാണെന്ന് പറഞ്ഞ്. ഇപ്പൊ കണ്ട, ഞാൻ ഇങ്ങനെയൊന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഇതിന്മേൽ പിടിച്ചിട്ടില്ല. കണ്ട, ഞാൻ ഈ PTT ബട്ടണിൽ പിടിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ സൈലന്റ് ആകുമ്പോൾ അത് നിൽക്കും. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ PTT ബട്ടൺ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത്. ഇതാണ് ഈ VOXന്റെ ഉപകാരം. അതായത് നമ്മൾ ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് സംസാരിക്കണമെങ്കിൽ, നമ്മളൊരു ഹെഡ്സെറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ, ഒരു സ്വിച്ച് ഉണ്ടാകുന്നു. ആ സ്വിച്ച് നമ്മൾ നെക്കാതെ തന്നെ റിസീവ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ കേൾക്കുകയും ചെയ്യും, നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങോട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ആ സ്വിച്ച് നെക്കണമെന്നില്ല. നമ്മൾ വെറുതെ സംസാരിച്ചു പോയാൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്മിറ്റ് ആയിക്കോളും. അതാണ് ഈ ഫംഗ്ഷൻ്റെ ഗുണം. നമ്മൾ ഡ്രൈവ് ചെയ്യണ സമയത്തും ഒക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പരിപാടിയാണിത്. പിന്നെ പല കാര്യങ്ങൾക്കും, ചിലപ്പോൾ എന്തെങ്കിലും രഹസ്യങ്ങൾ ചോർത്താനും എല്ലാം ഈ ഒരു ഫംഗ്ഷൻ നമുക്ക് വളരെ ഉപകാരപ്പെടും. ഇത് ഈ VOX ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചെയ്ത സെയിം പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്താൽ മതി. അതായത് സെറ്റ് 1-നോ 5-നോ ഇടയ്ക്കുള്ള ചാനൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. PTT ബട്ടണും മോണി ബട്ടണും ഒന്നിച്ച് നെക്കി പിടിച്ചിട്ട് സെറ്റ് ഓൺ ആക്കുക. ഈ ഒരു ഇത് ചെയ്താലും മതി. ഓണാക്കാൻ വേണ്ടിയും ഓഫ് ആക്കാൻ വേണ്ടിയും സെയിം പ്രൊസീജിയറാണ് ചെയ്യേണ്ടത്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര നോയ്സ് ഉള്ള സ്ഥലത്ത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ സെറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നമുക്ക് ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. ഭയങ്കര നോയ്സ് ഉള്ള സ്ഥലത്ത് ഇത് പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു ഫംഗ്ഷനുമാണ്. ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്ത ഒരു വീഡിയോയാണ്. ഈ സെറ്റിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ വേറൊരു വീഡിയോയിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കയറി കാണുക. അതിൻ്റെ ലിങ്ക് ഇവിടെ മേളിലായിട്ട് ഇട്ടേക്കാം. ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കുന്നത്, ഇതിൻ്റെ അൺബോക്സിംഗ് ഉണ്ട്, ഇതിൻ്റെ റേഞ്ചിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ഇത് ഉപയോഗിക്കാൻ ലൈസൻസ് വേണോ വേണ്ടേ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, റേഞ്ച് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഈ സെറ്റിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളെയും പറ്റിയും ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വാക്കി ടോക്കി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, വാക്കി ടോക്കിക്ക് ഏതൊക്കെ ഫ്രീക്വൻസി റേഞ്ചാണ് ഉള്ളത്, VHF UHF ഇതൊക്കെ എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ അതിനെപ്പറ്റിയും ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഈ നേരത്തെ പറഞ്ഞ ഈ സെറ്റിനെ പറ്റിയുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക.
മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി.